കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 40 വർഷത്തെ പ്രാക്ടീസ് ജീവിതത്തിൽ 3000-ഓളം മനുഷ്യരെ ജീവിതത്തിലേക്ക് കരകയറ്റിയ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സഹജമായ ചെറിയ രോഗങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ അവസാനവും അന്ത്യവും എപ്രകാരമാണ് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അനുചരൻ, യുദ്ധരംഗങ്ങളിലെല്ലാം മുന്നണി പോരാളിയായി പങ്കെടുക്കുന്ന ആ സഹോദരൻ, ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പ്രവാചകനോട് വലിയ ഹീറോയായ മനുഷ്യനെ ചിത്രീകരിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ആ മനുഷ്യനെക്കുറിച്ച് എന്നോട് സംസാരിക്കേണ്ട, ഇന്നഹു മിൻ അഹ്ലിന്നാർ, അയാൾ നരകവാസിയാണ്. സ്വഹാബികൾ നോക്കുമ്പോൾ ഒരു യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ട് ശത്രുവിൽ നിന്നൊരു വലിയ കുത്ത് അയാളുടെ ശരീരത്തിലേക്ക് കിട്ടുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ ആ വാള് മണൽപ്പരപ്പിലേക്ക് കുത്തിയിറക്കിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ്. റസൂലിനോടൊപ്പം നമസ്കരിച്ചിരുന്ന ഒരു അനുചരൻ്റെ, ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. നമ്മളൊക്കെ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്തെങ്കിലും രോഗം വന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥകൾ മാറും, നമ്മുടെ ചിന്തകൾ മാറും. ചിന്തകളും നമ്മുടെ വിശ്വാസവും മാറിപ്പോകാതിരിക്കാൻ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ നാഥ, സബ്ബിത്ത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തേണമേ. അതുപോലെ അള്ളാഹുവെ, എൻ്റെ അന്ത്യം നന്നാക്കി തരണമേ എന്ന് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അന്ത്യം നന്നാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.